ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് വൈബ് ഗൈസ്. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കണത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മുന്തിരിക്കൊലയാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്ററൊക്കെ ആയ കാരണം മുന്തിരിയൊക്കെ പൊട്ടിച്ചു ഗൈസ്. അങ്ങനെ രാവിലത്തെ അങ്കംവെട്ടാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ 50 ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നോമ്പും കാര്യങ്ങളൊക്കെ മുറിച്ച് അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഗൈസ് എല്ലാവരും. അപ്പം ഓൾറെഡി ഇന്നലെ പുലർച്ചെ നമ്മളൊന്ന് മിനിങ്ങിയായിരുന്നു, പക്ഷേ ഉറക്കവും കാര്യങ്ങളൊക്കെ ആയ കാരണം കറക്റ്റായിട്ട് അങ്ങോട്ട് മിനുങ്ങാൻ പറ്റിയില്ല. അപ്പോൾ കാലത്തോടെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തേക്കുന്നത് വട്ടയപ്പം, അതുപോലെ തന്നെ കട്ട്ലറ്റ്, ഇറച്ചിക്കറി എല്ലാം ഉണ്ട് ഗൈസ്. അപ്പോൾ ജെയിംസ് ഏട്ടൻ അവിടെ ഇരുന്ന് വട്ടയപ്പവും കാര്യങ്ങളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ മുഖം കണ്ടാലറിയാം നല്ല രീതിക്ക് ഉറങ്ങിയിട്ടില്ല. ഉറക്കമൊക്കെ ഇതായി എൻ്റെ ഒരു ഇതൊക്കെ കച്ചറ തരം എൻ്റെ മുഖത്തൊക്കെ ഉണ്ട്, നല്ല രീതിക്ക് കോട്ടുവായൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി എടുത്തു, അതായത് നമ്മുടെ ബീഫാണ് കേട്ടോ. ബീഫ് എടുത്തു, അതുപോലെ ഒരു കഷ്ണം വട്ടയപ്പം എടുത്തു, അതുപോലെ ചെറിയൊരു കട്ട്ലറ്റ് എടുത്തു. ഇത്രയൊക്കെ ഞാൻ കഴിക്കണുള്ളൂ ഗൈസ്. പിന്നെ കുറച്ച് ചായ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുശാലായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് കാര്യമായി എണ്ണിപ്പറക്കൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കും, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കും. ഇതന്നെ ഉള്ള സ്ഥിരം പണി. അങ്ങനെ ഞാനൊരു കഷ്ണം വട്ടയപ്പം ഒരു കഷ്ണം ബീഫും പൊട്ടിച്ച് അങ്ങോട്ട് വെച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ, സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം. 50 ദിവസം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇറച്ചിമീനൊന്നും കഴിക്കാണ്ട് ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇതങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ അപ്പോൾ ഇതെല്ലാവരും കഴിക്കണം കേട്ടോ. കുഞ്ചൂസൊക്കെ അറിഞ്ഞും പുറഞ്ഞും കടിച്ചോണ്ടിരിക്കുകയാണ് ഇറച്ചി. അപ്പോൾ ചേച്ചി ഉണ്ട്. ചേച്ചി തിന്നുമ്പോഴും ഒരു സ്വസ്ഥത തരില്ലല്ലോ എന്നുള്ളൊരു എക്സ്പ്രഷനാണ് അവൾ ഇട്ടേക്കണത്. അങ്ങനെ നമ്മുടെ ചട്ടിയിൽ കിടന്ന് ഇങ്ങനെ ബീഫൊക്കെ ഇങ്ങനെ ചൂടായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പോർക്കിൽ ഇത്തിരി വെള്ളം കൂടി, അപ്പോൾ അത് വറ്റിക്കേട്ടേക്കാണ്. അതുപോലെ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ എല്ലാം ഉണ്ട് ഗൈസ്. അപ്പം ഇതെന്ത് പ്രശ്നം എന്നറിയോ, ഇപ്പോൾ ഇത് ഇങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് കാണുമ്പോൾ അങ്ങോട്ട് തിന്നാൻ തോന്നണല്ലോ, എന്താണാവോ. അങ്ങനെ വീടൊക്കെ വൃത്തിയാക്കലാണ്, അത് മുഖ്യം ബിഗിലെ. അപ്പോൾ ഇത് ചേച്ചി അടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറുതെ മേലാനും കണ്ട് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ ചെരുപ്പൊക്കെ കഴുകുന്നുണ്ട്. അഴുക്കാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടി ചെരുപ്പ് നൈസായിട്ടൊന്ന് കഴുകാനായിട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ രസം, അവരൊരു വഴിക്ക് പോണതല്ല, പീറ്റിക്കട്ടെ. അങ്ങനെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നനയ്ക്കലാണ് ചെടിക്കും കേട്ടോ ജെയിംസ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർ സെറ്റൊക്കെ കയറി വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഹോസ്റ്റലിരുന്നിട്ട്. അപ്പോൾ ഇത് ബോർവെൽ വെള്ളമാണ് കേട്ടോ, അതിനാണ് ഈ കിടന്ന് കളിക്കുന്നത്, നല്ല വെള്ളത്തിലല്ല. എന്നാലും അവരൊരു ആഗ്രഹമല്ല, പോട്ടെ, ഒരു വട്ടം കുളിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ കുഞ്ചൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, അകത്ത് പോയി കുളിപ്പിച്ച് മാറ്റി ചേച്ചി ഇത് ടവൽ കെട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉച്ചക്കലത്തെ ഭക്ഷണവും കുറച്ച് നേരം എടുക്കലൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയേക്കാണ്. ഇറങ്ങണല്ല, തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. നമ്മുടെ സുന്ദീട്ടിയുടെ ഒരു പരിപാടി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിനെല്ലാവരും ജെയിംസാൻ്റെ വീട്ടിൽ വിളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് പോണേ കേട്ടോ. അപ്പോൾ ഈസ്റ്റർ ആയ കാരണം അധികം തിരക്കൊന്നുമില്ല റോട്ടിലൊന്നും. ഞങ്ങൾ കുറച്ച് തിരക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ അങ്ങനെ അധികം തിരക്കൊന്നുമില്ല ഗൈസ്. പക്ഷേ നമ്മൾ പോയത് നമ്മുടെ വരാപ്പുഴ വഴിയാണ് കേട്ടോ, മറ്റേ വഴിയല്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മറ്റേ ബ്ലോക്ക് മറിച്ച ബ്ലോക്ക് അവിടെ പണിയൊക്കെ നടക്കണ തന്നെ കുറച്ച് സീനാണ്. അപ്പോൾ വരാപ്പുഴ വഴിയാണ് പോണേ. അപ്പോൾ നല്ലൊരു ഈവനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. ഈസ്റ്റർ അല്ലേ, പിന്നെ ഇറച്ചിമീനും കുട്ടിയുടെ സന്തോഷം വേറെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പഴു കപ്പേളയിലൊക്കെ കയറിയിരുന്ന് പുണ്യാളുടെ അടുത്ത് പ്രാർത്ഥിച്ച്, ഞങ്ങളെപ്പോൾ വരാണെങ്കിലും പുണ്യാളുടെ അടുത്ത് കയറി പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം എളി നൈസായിട്ട് തൃശ്ശൂരിൽ നിന്ന് ഞാൻ വിളിച്ചു വരുത്തി, അവനും വന്നിട്ടുണ്ട്. അങ്ങനെ എറണാകുളത്തേക്ക് പോകാനുള്ള ചോടാണ് ഗൈസ്. അപ്പോൾ ചേച്ചിക്കിരുന്ന് കട്ട പ്രാർത്ഥനയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എറണാകുളത്തൊക്കെ എത്തി വീണ്ടും നമ്മൾ ഫുഡടിയാണ് ഗൈസ്. ഫുഡടി മുഖ്യം ബിഗിലെ, അതാണല്ലോ. അങ്ങനെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും കഴിഞ്ഞ്, എൻ്റെ മാത്രം കഴിഞ്ഞിട്ടില്ല, ഞൊട്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടി വ്ളോഗായിരുന്നു ഗൈസ്. അങ്ങനെ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച്. അപ്പോൾ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെയിംസിൻ്റെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തടാ.